കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയം ജില്ലാ അസോസിയേഷൻ ഏകദിന സെമിനാർ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. DEO അനിത ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഏകദിന സെമിനാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. തൂഫാൻ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു നിർവഹിച്ചു. മയക്കുമരുന്നിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ തൂഫാന്റെ ഓരോ പോരാളികളായി ഓരോരുത്തരും മാറണമെന്നും മയക്കുമരുന്ന് വിൽപ്പന നടത്തി കിട്ടുന്ന പണം രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നും SP പറഞ്ഞു. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. 1/4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കാൻ ഒരു പുതുതലമുറയെ ഇല്ലാതാകുന്ന അവസ്ഥയാണുള്ളതെന്നും സാബു മാത്യു പറഞ്ഞു. ഒരു 10, 15, 20 വർഷം കഴിയുമ്പോൾ 60 വയസ്സിന് മുകളിൽ കൂടുന്ന വൃദ്ധന്മാരുടെ ഒരു സമൂഹമായി മാറും നമ്മുടെ രാജ്യം. അപ്പോൾ ഈ രാജ്യത്തെ നയിക്കേണ്ടവർ എന്റെയും അതുപോലെ ഈ വൈശാഖിന്റെയൊക്കെ ഈ സ്ഥാനത്ത് വരേണ്ടത് നിങ്ങളെപ്പോലെ കൊച്ചു കുട്ടികളാണ്. അവർ വളർന്ന് അവരാണ് വരേണ്ടത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അവസാനം എടുത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വീഴ്ച നോക്കി നിങ്ങൾക്കറിയാം. വളരെയധികം കുട്ടികൾ പല രാജ്യങ്ങളിൽ പോയി മൈഗ്രേറ്റ് പോയി അവിടെ തമ്പടിച്ച് അവിടെ സിറ്റിസൺഷിപ്പായി പോകുന്നു. വളരെ കുട്ടികൾ അങ്ങനെ പോകും. കുറെ കുട്ടികൾ മയക്കുമരുന്നിന്റെയും മറ്റു അടിമകളായിട്ട് നശിച്ചു പോകുന്നു. വളരെയധികം കുട്ടികൾ ഇന്റർനെറ്റിന് അടിമകളായിട്ട് അഡിക്ഷനായി പോയി അവരുടെ നല്ല നല്ല സമയങ്ങൾ നശിപ്പിച്ചു കളയുന്നു. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഈ രാജ്യത്തെ മുമ്പോട്ട് നയിക്കാനുള്ളൂ, നമ്മുടെ ഈ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാനുള്ളൂ. എന്റെയും ഈ വൈശാഖിന്റെ സ്ഥാനത്ത് വരാൻ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ. അവർ പോരാ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ അവർ പോരാ. അപ്പോ ഇന്റർനെറ്റിന് അഡിക്റ്റ് ആയി കുട്ടികളെ മാറ്റണം. NDPS അതുപോലെ മയക്കുമരുന്നിന് അഡിക്റ്റായ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുമെന്ന് മാത്രമല്ല നിലനിൽപ്പുണ്ടാകുള്ളൂ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഉദ്ഘാടനവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനുഷ നിർവഹിച്ചു. തുടർന്ന് ലോങ് സർവീസും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റുകൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. ആൻസി മേരി ജോൺ, സുധീർ PR, അഞ്ജന J, ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.